അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്. അതിലെ 3-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പ് ഞാൻ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫിഖുൽ ഇസ്ലാം ഈ 2 സബ്ജക്റ്റുകളുടെയും ഫസ്റ്റ് പാർട്ടിലെ തദ്രീബാത്ത് വർക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയിട്ട് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയിട്ട് എടുത്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അപ്പം നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദർസു സാലിസ്, 3-ാമത്തെ പാഠം, തൊലകൽ ബദുറു. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. മദീനക്കാർ വലിയ ആവേശത്തിലാണ്. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ചുയർന്നു. അവർ സനിയത്തുൽ വദാഇലെ കുന്നിൻ മുകളിൽ കയറി ദൂരത്തേക്ക് നോക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ അവർ കാത്തിരിക്കുകയാണ്. റബീഉൽ അവൽ 1 മക്കയിൽ നിന്ന് പുറപ്പെട്ടതാണ്. കുന്നിൻ മുകളിലും ഈത്തപ്പനകളിലും കയറി നോക്കും. ഉച്ച കഴിഞ്ഞ് നിരാശരായി മടങ്ങും. അവരുടെ ആവേശത്തെ അത് തളർത്തിയില്ല. അതാ അങ്ങോട്ട് നോക്കൂ, തൂവെള്ള വസ്ത്രധാരികളായ ഒരു സംഘം കടന്നു വരുന്നു. ഒരു ജൂതനാണ് ആ കാഴ്ച കണ്ടത്. അയാൾ വിളിച്ചു പറഞ്ഞു, അറബികളെ, നിങ്ങളുടെ സൗഭാഗ്യം അതാ വരുന്നു. വിളിയാളം കേട്ട് കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും അവിടെ എത്തി. 500-ലധികം ആളുകൾ. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. മദീനക്കാർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും ഖുബായിലെത്തി. 4 ദിവസം അവിടെ താമസിച്ചു. മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദാണത്. വെള്ളിയാഴ്ച രാവിലെ മദീനയിലേക്ക് തിരിച്ചു. വഴിയിൽ ബനു സാലിം ഇബ്നു ഔഫിന്റെ സ്ഥലത്ത് വെച്ച് ജുമുഅ നിർവഹിച്ചു. 100 പേരാണ് ജുമുഅയിൽ പങ്കെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ജുമുഅയായിരുന്നു അത്. ജുമുഅയ്ക്ക് ശേഷം അവർ സംഘമായി മദീനയിലേക്ക് പുറപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ മദീനക്കാർ കാത്തിരുന്നു. അവർ ദഫ് മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. ഇവിടെ നമുക്ക് തൊലകൽ ബദ്റു അലൈന എന്ന ബെയ്ത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈണത്തിൽ പാടുക. ഞാനിവിടെ വെറുതെ ഒന്ന് വായിക്കുന്നതേ ഉള്ളൂ. നോക്കൂ. തൊലകൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദായി വജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ദാഇൻ അയ്യുഹൽ മബൂസു ഫീന ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇൻ. ഇനി ബാക്കി നോക്കൂ. ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ താമസിപ്പിക്കാൻ മത്സരിച്ചു. ചിലർ കടിഞ്ഞാൻ പിടിച്ച് ഒട്ടകത്തെ നിർത്താൻ ശ്രമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിനെ വിട്ടേക്കൂ. എവിടെ മുട്ടുകുത്തണമെന്ന് അതിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അബൂ അയ്യൂബൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. അന്ന് റബീഉൽ അവൽ 12 ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. പള്ളി ഉണ്ടാക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ അയ്യൂബൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ പല വിഭവങ്ങൾ ഉണ്ടാക്കി മദീന നിവാസികൾ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും ഭക്ഷണം നൽകാനും അവർ മുന്നോട്ട് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന മുഹാജിറുകളെയും അവർ ഏറ്റെടുത്തു. ഞാൻ സംരക്ഷിക്കാം, ഞാൻ ഏറ്റെടുക്കാം. മുഹാജിറുകളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അൻസാറുകൾ തർക്കിച്ചു. അനന്തരം നറുക്കിടാൻ തീരുമാനിച്ചു. ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു കൊടുത്തു. അൻസാറുകൾ 2 പ്രമുഖ ഗോത്രങ്ങളായിരുന്നു. ഔസ്, ഖസ്റജ്. കലഹിച്ചും തമ്മിൽ തല്ലിയും കഴിഞ്ഞുകൂടിയവർ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തവർ. ഇസ്ലാം അവരെ ഒന്നിപ്പിച്ചു. എല്ലാം മറന്ന് അവർ സഹോദരങ്ങളായി. മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകളെ അവർ സ്നേഹിച്ചു, സഹായിച്ചു, തൊഴിൽ നൽകി, വീട് നൽകി. അവർ ഏകോദര സഹോദരന്മാരായി. അന്നു മുതൽ മദീനക്കാരായ സ്വഹാബികൾ അൻസ്വാറുകൾ എന്നറിയപ്പെട്ടു. മസ്ജിദുൻ നബവി നിർമ്മിച്ചതോടെ ആരാധനാലയം എന്ന പോലെ അത് ഇസ്ലാമിന്റെ ഭരണസിര കേന്ദ്രവുമായി.
പാഠശാലയും കോടതിയും സാന്ത്വന കേന്ദ്രവുമൊക്കെയായി. അത് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മസ്ജിദാണ്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അക്സയും യഥാക്രമം 1ഉം 3ഉം സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. ഈ മസ്ജിദിന്റെ ചാരത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ വീടുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലാണ്. അൽ ഖബറു ഷരീഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനുമിടയിലുള്ള സ്ഥലമാണ് റൗളത്തു ഷരീഫ. പിന്നീട് പലപ്പോഴായി പള്ളിയുടെ പുനരുദ്ധാരണം നടന്നു. ഇപ്പോൾ അതിന് 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തീർണമുണ്ട്. നാനാഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആളുകൾ ഒഴുകിയെത്തി. ഇസ്ലാം നാൾക്കുനാൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. അറിവിന്റെ സദസ്സുകളാൽ മദീന സമൃദ്ധമായി. സ്നേഹവും സാഹോദര്യവും സമത്വവും ജനങ്ങൾ ജീവിതത്തിൽ പകർത്തി. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും പാത പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അശ്റഖൽ ബദറു അലൈന, അതിന്റെ അർത്ഥം പൂർണ്ണചന്ദ്രൻ ഞങ്ങളിൽ ഉദിച്ചു. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അൽ ബദർ, അതിന്റെ അർത്ഥം പൂർണ്ണചന്ദ്രൻ. യഹൂദി, ജൂതൻ. സനിയാത്തുൽ വദാ, മദീനയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ. തൊലഅ, ഉദിച്ചു. കുബാ, മസ്ജിദുൽ കുബാ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ശുക്ർ, നന്ദി. ബനു സാലിം ഇബ്നു ഔഫ്, ഒരു ഗോത്രം. മുഹാജിർ, ഹിജ്റ ചെയ്ത ആൾ. ഷറഫ, ശ്രേഷ്ഠമാക്കി. മർഹബൻ, സ്വാഗതം. അൻസാരിയുൻ, മുഹാജിറുകളെ സഹായിച്ച മദീനയിലെ സത്യവിശ്വാസി. മിമ്പറുൻ, ഖുത്ബ നിർവഹിക്കുമ്പോൾ കയറി നിൽക്കുന്ന സ്ഥലം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുഇദ്ദു അശ്റത അസ്ഇലതി മാ അജിവിബതിഹ, അതായത് ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ തയ്യാറാക്കണം. അപ്പൊ നമ്മൾ തന്നെയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ദിവസമാണ് ഖുബായിൽ താമസിച്ചത്? ഉത്തരം 4 ദിവസം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദ് ഖുബാ. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയത് എവിടെ? ഉത്തരം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ. നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആദ്യത്തെ ജുമുഅ ഏത്? ഉത്തരം ബനു സാലിം ഇബ്നു ഔഫിന്റെ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ജുമുഅ. അഞ്ചാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആദ്യത്തെ ജുമുഅയിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഉത്തരം 100 പേർ. ആറാമത്തെ ചോദ്യം നോക്കൂ, മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. ഈ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യം, അൻസാറുകളിലെ 2 പ്രമുഖ ഗോത്രങ്ങളുടെ പേര് എഴുതുക. ഉത്തരം ഔസ്, ഖസ്റജ്. എട്ടാമത്തെ ചോദ്യം, ശ്രേഷ്ഠതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി ഏത്? ഉത്തരം മസ്ജിദുൽ ഹറാം. 9-ാമത്തെ ചോദ്യം, ശ്രേഷ്ഠതയിൽ 2-ാം സ്ഥാനം അലങ്കരിക്കുന്ന മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദുൻ നബവി. 10-ാമത്തെ ചോദ്യം, ശ്രേഷ്ഠതയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദുൽ അക്സ. തദ്രീബാത്തിലെ 3-ാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബെയ്ത്തിന്റെ വരികളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നോക്കൂ, തൊലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദായി വജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ഹിദായി അയ്യുഹൽ മബ്ഊസു ഫീന ജിഅത ബിൽ അംരിൽ മുതായി ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദായിൻ. നിങ്ങൾ വൃത്തിയായിട്ട് ആ ബൈത്തിന്റെ വരികൾ അവിടെ എഴുതി ചേർക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 4-ാമത്തെ പ്രവർത്തനം നക്തുബുൽ ഫിക്ര, പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച സ്വീകരണം.
അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു പാരഗ്രാഫ് എഴുതണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. അതിന്റെ ഉത്തരം നോക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ മദീനക്കാർ കാത്തിരുന്നു. അവർ ദഫ് മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ താമസിപ്പിക്കാൻ മത്സരിച്ചു. ചിലർ കടിഞ്ഞാൻ പിടിച്ച് ഒട്ടകത്തെ നിർത്താൻ ശ്രമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിനെ വിട്ടേക്കോ, എവിടെ മുട്ടുകുത്തണമെന്ന് അതിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. അന്ന് റബീഉൽ അവ്വൽ 12 ആയിരുന്നു. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. പള്ളി ഉണ്ടാക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ പല വിഭവങ്ങൾ ഉണ്ടാക്കി മദീന നിവാസികൾ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും ഭക്ഷണം നൽകാനും അവർ മുന്നോട്ട് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന മുഹാജിറുകളെയും അവർ ഏറ്റെടുത്തു. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നക്തുബുൽ ഫിക്ര, അതിലെ രണ്ടാമത്തേത് അൽ മുഹാജിറൂന വൽ അൻസാർ. ആ പ്രവർത്തനം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ പല വിഭവങ്ങൾ ഉണ്ടാക്കി മദീന നിവാസികൾ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും ഭക്ഷണം നൽകാനും അവർ മുന്നോട്ട് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന മുഹാജിറുകളെയും അവർ ഏറ്റെടുത്തു. ഞാൻ സംരക്ഷിക്കാം, ഞാൻ ഏറ്റെടുക്കാം. മുഹാജിറുകളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അൻസാറുകൾ തർക്കിച്ചു. അനന്തരം നറുക്കിടാൻ തീരുമാനിച്ചു. ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു കൊടുത്തു. അൻസാറുകൾ 2 പ്രമുഖ ഗോത്രങ്ങളായിരുന്നു. ഔസ്, ഖസ്റജ്. കലഹിച്ചും തമ്മിൽ തല്ലിയും കഴിഞ്ഞുകൂടിയവർ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തവർ. ഇസ്ലാം അവരെ ഒന്നിപ്പിച്ചു. എല്ലാം മറന്ന് അവർ സഹോദരങ്ങളായി. മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകളെ അവർ സ്നേഹിച്ചു, സഹായിച്ചു, തൊഴിൽ നൽകി, വീട് നൽകി. അവർ ഏകോദര സഹോദരന്മാരായി. അന്നു മുതൽ മദീനക്കാരായ സ്വഹാബികൾ അൻസാറുകൾ എന്നറിയപ്പെട്ടു. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. തൊലവൽ ബദ്രു എന്ന കവിതയുടെ അതേ ഈണത്തിലുള്ള മറ്റൊരു കവിത ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇവിടെ നിങ്ങൾക്ക് അഷുറക്കൽ ബൈത്ത് നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. അത് തൊലവൽ ബദ്രു ആ കവിതയുടെ ഈണത്തിലുള്ള ഒരു ബൈത്താണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈത്ത് കിട്ടുന്നതാണ്. നിങ്ങൾ ഈ ഈണത്തിൽ അത് പാടി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അതിൽ കുറച്ച് വരികൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള വരികൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ അഷറക്കൽ ബൈത്ത് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.